അപ്പോൾ ഇത് പാളിപ്പോയാൽ അവിടെ വെച്ച് തന്നെ ആ ഒരു സാധ്യത തന്നെ ആ ഡോറ് തന്നെ ക്ലോസ് ആയി കഴിഞ്ഞു. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കുക, അല്ല ഒരു പ്രൊഫഷണലിസവും ഇല്ലാതെ. ചിലപ്പം ചില ആൾക്കാർ ചെയ്യാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, ഒരു പ്രാവശ്യം ഫോൺ എടുത്തില്ലെങ്കിൽ വീണ്ടും 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 വിളിച്ചുകൊണ്ടിരിക്കുക. ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്ന വിഷയം ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരൊരു കസ്റ്റമറെ കോൾ ചെയ്യുക, ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. കാരണം സെയിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം അപ്പോയിൻമെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുക, നമ്മളുടെ ആശയം നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു വേദി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മൾ പല ആൾക്കാർക്കും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ടെലികോളിംഗ് പലപ്പോഴും പല ആൾക്കാർ ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് കോളുകൾ വരാറുണ്ട്. അല്ല സെയിൽസ് കോളുകൾ, നമ്മൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സെയിൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഈ ഒരു കടമ്പ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ പ്രൊഡക്റ്റും സർവീസും എത്ര നല്ലതാണെങ്കിലും ഒരു കസ്റ്റമറുടെ അടുത്ത് എത്തുള്ളൂ. പുതിയൊരാളെ ഫോൺ ചെയ്യുമ്പോൾ സമയത്ത് നമുക്കെല്ലാവർക്കും തന്നെ പല ആൾക്കാർക്കും കോളുകൾ വരുന്ന സമയത്ത് ആ ഫസ്റ്റ് ഇമ്പ്രഷൻ, ആ ഫസ്റ്റ് കോളിങ്ങിൽ തന്നെ ഒരു നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്കവാറും അവിടെ വെച്ച് തന്നെ ആ ഒരു സെയിൽസ് അറ്റംപ്റ്റ് ഫെയിലായി പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആശയം ഫോണിൽ സംസാരിക്കുന്ന, ഇപ്പോൾ ടെലികോളിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേയറ്റത്ത് ഫോൺ എടുത്ത ആൾക്ക് ആ ഒരു മൂഡുണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവിടെ വെച്ച് തന്നെ സംഭവം മുമ്പോട്ട് പോകാതെ ആ സെയിൽസ് അറ്റംപ്റ്റ് തന്നെ ഒരുപക്ഷെ നല്ലൊരു കസ്റ്റമർ ആകാവുന്ന ഒരു പ്രോസ്പെക്റ്റ് ആയിരുന്നായിരിക്കും. ആ പ്രോസ്പെക്റ്റിനെ ആ ഫസ്റ്റ് അപ്രോച്ച് ഫെയിലായി പോയാൽ അവിടെ വെച്ച് തന്നെ ആ സെയിലിൽ ആ അറ്റംപ്റ്റ് ഫ്ലോപ്പായി ആ ബിസിനസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണത് ഡീൽ ചെയ്യേണ്ടത്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്. പലപ്പോഴും നിങ്ങൾ പല ആൾക്കാർക്കും ധാരാളം കോളുകൾ വരാറുണ്ട്. പല ആൾക്കാരും ആ ഫസ്റ്റ് ഒരാളുടെ കോള് ഒരു അരോചകമായി തോന്നിയാൽ തന്നെ അവിടെ വെച്ച് തന്നെ നമ്മൾ അവർക്കൊരു അടുത്തൊരു സമയം കൊടുക്കാതെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് പോകുന്നത് ധാരാളം ദിവസവും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പല ആൾക്കാരും ഒരു ദിവസം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പല കോൾസുകൾ വരാറുണ്ട് പല സ്ഥാപനങ്ങളിൽ നിന്ന്. പല ആൾക്കാരും യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാതെ തന്നെ വിളിച്ചിട്ട് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതോ ഒന്നും ചോദിക്കാതെ ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ്, സാറിൻ്റെ ഡീറ്റെയിൽസ് ഇതില്ല, അല്ലെ വണ്ടിയുടെ കാര്യമാണ്, വണ്ടിയുടെ നമ്പർ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങുന്നത് കേൾക്കാൻ പറ്റും. നമ്മൾ ഇങ്ങേ സൈഡിൽ നിൽക്കുന്ന ആൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലാണോ, ഡ്രൈവിങ്ങിലാണോ, ട്രാഫിക് ബ്ലോക്കിലാണോ, ഒന്നും നോക്കാതെ തന്നെ അവർ അങ്ങേ സൈഡിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മിക്കവാറും അവർക്ക് പറയാനുള്ള വിഷയങ്ങൾ പറയുക. ഇങ്ങനെയൊക്കെ അതിൻ്റെ പേരിലൊക്കെ തന്നെ എന്തുമാത്രം അപ്പോയിൻമെൻറ്റാണ് ഒരാൾക്ക് കിട്ടാതെ പോകുന്നത്. അല്ലെ അവരുടെ ആശയം ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല കമ്പനികളിൽ നിന്ന് പോലും നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് പോലും വരുന്ന ചില കോളുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ പതറ്റിക്കാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നല്ല നല്ല സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്നവർ ഈ കസ്റ്റമറെ അല്ലെ പ്രോസ്പെക്റ്റിനെ വിളിക്കുന്നവർ അവർ ഒരു പ്രൊഫഷണലിസം ഉള്ളവരല്ല എങ്കിൽ അവിടെ വെച്ച് തന്നെ ആ ബിസിനസ്സിൻ്റെ സാധ്യത പോയി കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുക, അല്ലെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യിക്കുക, അല്ലെ അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം. അപ്പോൾ ഇത് പാളിപ്പോയാൽ അവിടെ വെച്ച് തന്നെ ആ ഒരു സാധ്യത തന്നെ ആ ഡോറ് തന്നെ ക്ലോസ് ആയി കഴിഞ്ഞു. പല ആൾക്കാരും നിങ്ങൾക്ക് പല ആൾക്കാർക്കും അനുഭവം ഉണ്ടായിരിക്കാം. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കുക, അല്ല ഒരു പ്രൊഫഷണലിസവും ഇല്ലാതെ. ചിലപ്പം ചില ആൾക്കാർ ചെയ്യാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, ഒരു പ്രാവശ്യം ഫോൺ എടുത്തില്ലെങ്കിൽ വീണ്ടും 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 വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരേ ആളെ തന്നെ, അല്ല ബിസി ആയിട്ടൊരാളെ തെരുതെരെ ഒരേ നമ്പറിൽ നിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ വളരെ വേറെ തിരക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം അടുപ്പിച്ച് കോൾ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും എടുക്കുമ്പോൾ സാർ ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തു. പിന്നെ ആ നമ്പറിൽ നിന്ന് പിന്നെ കോൾ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ എടുക്കുകയില്ല, അത് അവിടെ വെച്ച് തന്നെ പോയി. അപ്പോൾ നമ്മൾ എന്തൊക്കെ മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടത്? ഒരു ഫോൺ കോൾ ചെയ്ത്, അത് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ പേഴ്സണൽ ലൈഫിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. വളരെ തിരക്കുണ്ടാകും. മിക്കവാറും ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു പല തിരക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത്. ആ വിളിക്കുന്ന ആൾ വളരെ കെയർഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാമെങ്കിൽ
അവർക്ക് ധാരാളം അപ്പോയിൻമെൻറ്റ് കിട്ടാനും കൺവേർഷനുള്ള സാധ്യത വളരെ കൂടുതൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ വിളിക്കുന്ന ഒരാൾ ആദ്യം തന്നെ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് ഏറ്റവും ചുരുങ്ങിയ സെൻറ്റൻസിൽ പറയാൻ പറ്റണം. ടു ദ പോയിൻ്റ്, ഏറ്റവും ക്രിസ്പായിട്ട് ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റണം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറിന് ഫസ്റ്റ് പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പാടില്ല. സാറിന് 2 മിനിറ്റ് സംസാരിക്കാൻ ഇപ്പോൾ ഫ്രീ ആണോ, സംസാരിക്കാവോ, സാറിൻ്റെ 2 മിനിറ്റ് എനിക്ക് തരാമോ എന്ന് റിക്വസ്റ്റ് ഇല്ലാതെ അല്ലെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു സെയിൽസ് കോള് ഒരിക്കലും ചെയ്യുന്ന ഒരാൾ മുമ്പോട്ട് പോകരുത്. അവിടെ വെച്ച് തന്നെ പെർമിഷൻ ചോദിച്ചിട്ട് സംസാരിച്ചാൽ അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ഫ്രീ ആണെന്ന് പറയാം. അല്ലെങ്കിൽ മാന്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പം തന്നെ അദ്ദേഹം ചിലപ്പോൾ ഫ്രീ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അദ്ദേഹം ഓക്കെ ഞാനിപ്പോൾ ഫ്രീ അല്ല, ഞാൻ ഉച്ച കഴിയുമ്പം വിളിക്ക് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പല ആൾക്കാരും ഓക്കെ പറഞ്ഞ് നിർത്താറുണ്ട്. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഇതേ പരിപാടി തന്നെ വീണ്ടും വിളിക്കും. അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസിൽ ഉച്ച കഴിഞ്ഞാണെങ്കിൽ അതൊരു ടൈമിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഉച്ച കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് വേഗമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ല. ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മുഴുവൻ അദ്ദേഹം ഫ്രീ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മിക്കവാറും പറയാൻ ചാൻസ് ഇല്ല. അവർ ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 2:30ക്കും 3 മണിക്കും ഇടയ്ക്ക് ഇങ്ങനെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം. 2:30ക്കും 3നും ഇടയ്ക്ക് വിളിക്കട്ടെ. അപ്പോൾ നമുക്ക് ടൈം ഏകദേശം കിട്ടി. 2:30ക്കും 3നും ഇടയ്ക്കെന്ന് പറയുമ്പം മിക്കവാറും കേസിൽ അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് മിക്കവാറും ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയും. ഇല്ല എങ്കിൽ അദ്ദേഹം തന്നെ പറയും, അയ്യോ 2:30ക്ക് എനിക്ക് വേറൊരു അത്യാവശ്യമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഒരു 3 മണി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ 3 മണി കഴിഞ്ഞോട്ടെ എന്ന് പറയും. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം സാർ, ഞാൻ 3നും 3:30ക്കും ഇടയ്ക്ക് വിളിക്കാം. അവർ ഓക്കെ പറയുന്നുണ്ടാവും. നമുക്ക് ആ ടൈം ഫിക്സ് ചെയ്ത് കിട്ടി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ടൈം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് അവർ സംസാരിക്കാനായിട്ട് ഫ്രീ ആക്കാം എന്ന് അവർ എഗ്രി ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സാധ്യത കൂടുകയായി. സെയിൽസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലെവൽ വരെ നമുക്ക് ടൈം കിട്ടിക്കഴിഞ്ഞു. ചില ആൾക്കാർ പറയുന്നുണ്ടാവും, ഇന്ന് ഞാൻ തിരക്കാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ആക്കട്ടെ സാർ, നാളെ വിളിക്ക് എന്ന് നാളെ വിളിക്കാൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അന്നേരം തന്നെ ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്ന സാധാരണ കാണാറുണ്ട്. നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഭാഗത്തുണ്ട്. അത് വീണ്ടും അഗെയിൻ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ. സാറ് രാവിലെ സമയത്തായിരിക്കുമോ സൗകര്യം, ഉച്ച കഴിഞ്ഞത്തെ സമയമായിരിക്കുമോ സൗകര്യം? ഇതിനകത്ത് ഏതെങ്കിലും അങ്ങോട്ട് നമ്മൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം. നാളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലും അതിനും ക്ലാരിറ്റി ഇല്ല, വേഗാണ്, അത് എപ്പോഴാണ് ഏത് സമയത്താണെന്ന് യാതൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ആൻസറാണ്. അപ്പം നമ്മൾ മോർണിംഗ് ആയിരിക്കോ ഈവനിങ് ആയിരിക്കോ സൗകര്യം എന്ന് ചോദിച്ചാൽ അവരൊന്നെങ്കിൽ മോർണിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ അവർ ഈവനിങ് എന്ന് പറയുന്നുണ്ടാവും. ഈവനിങ് എന്ന് ആണ് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ മോർണിംഗ് എന്നാണ് പറയുന്നെങ്കിൽ എഗെയിൻ നേരത്തെ പോലെ തന്നെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണം. ഓക്കെ, ഈവനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇൻ ബിറ്റ്വീൻ 5 and 5:30 വിളിക്കട്ടെ സാർ എന്ന് ചോദിക്കുക. ഓക്കെ, ആ 5 or മിക്കവാറും 5 or ഓക്കെ അന്ന് അങ്ങനെയാണെങ്കിൽ ഒരു 5:30 കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ അടുത്ത ടൈം ഇട്ട് കൊടുക്കുക, അടുത്ത ടൈം സ്ലോട്ട് കൊടുക്കുക. ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവർ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് നമുക്ക് വിളിക്കാം. ഒരുപക്ഷെ അവർ ആ സമയത്തും ചിലപ്പോൾ തിരക്കായിരിക്കാം, പക്ഷേ നമ്മളോട് ടൈം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ കീപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കായിരിക്കും പ്രയോറിറ്റി തരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇൻ കേസ് അത് അവർ പറഞ്ഞ ടൈം, ഒരു പ്രാവശ്യം അവർ പറഞ്ഞ ടൈമിൽ നമ്മൾ വിളിച്ചു, രണ്ടാമത് അഗെയിൻ അവർ വേറൊരു ടൈം നമുക്ക് ഫിക്സ് ചെയ്തിരുന്നു, ആ സമയവും നമ്മൾ വിളിച്ചു, അവർക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നമ്മളോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് അവർ കീപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നുണ്ടാവും. ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് 2 പ്രാവശ്യം അവർ പറഞ്ഞ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വിളിച്ചപ്പോൾ ആ 2 സമയത്തും അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത, അവരുടെ ഭാഗത്ത് അവർക്ക് തിരക്കായിരുന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റാതിരുന്നതാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ടൈം അവർ തന്നെ ഫ്രീ ആക്കി തരികയും സ്വാഭാവികമായിട്ടും ആ ബിസിനസ് കുറച്ചുകൂടെ ക്ലോസ് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം അങ്ങനെ കിട്ടിയില്ല, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് 2 പ്രാവശ്യം വിളിച്ചിട്ടും ചില ആൾക്കാർ 2 പ്രാവശ്യം വിളിച്ചപ്പം അദ്ദേഹം തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് മൂന്നാമത് വിളിക്കാതെ പോവുകയാണ്. ആ മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചാൽ ക്ലോസ് ആവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ 2 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞ സമയത്ത് വിളിച്ചിട്ടും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയില്ല എന്നൊരൊറ്റ കാരണത്തിൻ്റെ പേരിൽ പല ആൾക്കാരും മൂന്നാമത്തെ കോളിലേക്ക് പോവാതെ, അതായത് ആ സെയിൽസ് അറ്റംപ്റ്റ് തന്നെ നടത്താതെ അവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്ത് പോകുന്ന ധാരാളം ആൾക്കാരെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ്
എൻട്രി, ആ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ഒരു സെയിൽസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഫസ്റ്റ് ഇമ്പ്രഷൻ പോയിട്ടുണ്ടെങ്കിൽ, ആ ഫസ്റ്റ് ലെവലിൽ ഹാൻഡിൽ ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ടല്ല ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ കമ്പനിയുടെ ആ ബിസിനസ് തന്നെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരായിരിക്കണം ഈ ഏരിയ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ആ കസ്റ്റമർ ഒരു സമയം നമുക്ക് തന്നിരുന്നു, നാളെ ഇന്ന സമയത്താണ്, നാളെ ഈവനിങ് 5:30 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ പ്രയോറിറ്റി ഇതല്ല. നമ്മളോടൊരു ടൈം തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ, അവർക്കറിയാൻ പോലും പാടില്ലാത്ത ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് പറയുന്നത് അവരുടെ പ്രയോറിറ്റിയിലുള്ളൊരു കാര്യമേ അല്ല. അത് നമ്മുടെ മാത്രം പ്രയോറിറ്റിയാണ്, അവരുടെ പ്രയോറിറ്റി അല്ല. അപ്പോൾ നാളെ 5:30 സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെ ഇൻ ബിറ്റ്വീൻ 5 and 5:30 കിട്ടിയിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഒരു റിമൈൻഡർ കൊടുക്കുക എന്നുള്ളത്, മോർണിംഗ് രാവിലെ തന്നെ ഒരു റിമൈൻഡർ എഗെയിൻ ഇടാം. സർ, ഈവനിങ് ഐ വിൽ ബി കോളിംഗ് ബൈ 5 o'clock എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടാം. അല്ലെങ്കിൽ എഗെയിൻ ഈവനിങ് അതിന് മുമ്പ് തന്നെ 5 മണിക്ക് മുമ്പ് തന്നെ ഒരു 4:30 ആകുമ്പോഴത്തേന്, സർ 5 o'clock ആകുമ്പോഴത്തേന് ഞാൻ വിളിക്കാം, സാർ ഫ്രീ ആകുമല്ലോ എന്ന് എഗെയിൻ ഒന്നുകൂടെ റീകൺഫേം ചെയ്യാം. ഇതൊക്കെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. അവർ അങ്ങേ സൈഡിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന പ്രോസ്പെക്റ്റ് കുറച്ചുകൂടെ നമുക്ക് റെസ്പെക്റ്റ് തരുന്ന കാണാൻ പറ്റും. കാരണം നമ്മൾ അവരുടെ പെർമിഷൻ ചോദിച്ചു, അവരുടെ സമയം ചോദിച്ചു, എഗെയിൻ റിമൈൻഡർ കൊടുത്തു. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാനായിരിക്കും എപ്പോഴും ഒരു പ്രൊഫഷണൽ ഇഷ്ടപ്പെടുന്നത്. കാരണം നാളെയും അവർക്ക് ഡീൽ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ളവർ. ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഫോൺ വിളിച്ചു, ഒരു പ്രാവശ്യം വിളിച്ചു, എടുത്തില്ല, വീണ്ടും വിളിക്കുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും അവരുടെ മിക്കവാറും കേസിൽ അവർക്ക് പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം പോലും പലപ്പോഴും കിട്ടാറില്ല. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാത്ത ഒരു പ്രോസ്പെക്റ്റ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഇടാം, ഒരു വാട്സാപ്പിലൊരു മെസ്സേജ് ഇടാം. സർ, മൈ നെയിം ഈസ് ദിസ്, ഐ എം ഫ്രം സോ ആൻഡ് സോ കമ്പനി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുക. സാറ് ഞാൻ ഏത് സമയത്ത് വിളിക്കുന്നതായിരിക്കും സാറിന് കൺവീനിയൻറ്റ്, രാവിലെയാണോ ഉച്ചയ്ക്കാണോ അല്ലെ 10 മണിക്കാണോ 11 മണി ശേഷമാണോ, ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് മെസ്സേജ് ഇടും, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് നമുക്ക് കൂടുതലാണെന്ന് കാണാൻ പറ്റും. മാത്രമല്ല ഇങ്ങനെ ഉള്ള ആൾക്കാരായിട്ട് അവർ വളരെ കംഫർട്ട് ഉണ്ടാവും. പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ച് അവർ കൂടുതൽ കംഫർട്ടബിൾ ആകുന്നുണ്ടാവും ഇങ്ങനെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. അത് സ്വാഭാവികമായിട്ടും ബിസിനസ് കൺവേർഷന് സാധ്യത വളരെ കൂട്ടുന്നുണ്ടാവും. ഇത് വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച്, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഫ്രണ്ട് ഓഫീസ് മാനേജ് ചെയ്യുന്നവരല്ലേ, ആ ഫ്രണ്ട് എൻഡ് ഫസ്റ്റ് അവരൊരു പ്രോസ്പെക്റ്റ് ആയിരിക്കുന്ന സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യുന്നവർ പ്രൊഫഷണൽ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവരുടെ അപ്രോച്ചാണ് ആ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഒരാളെ ആണ് ആ ഭാഗം ഏൽപ്പിക്കുന്നെന്നുള്ളതൊരു കമ്പനി എടുക്കേണ്ട ഡിസിഷനാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്ന, പ്രൊഫഷണൽ ആണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും പോലും ഒരു കോള് വരുന്ന സമയത്ത് തീരെ പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കോളുകൾ കിട്ടാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ടാവാം. ഈ ഏരിയ ഏറ്റവും കൂടുതൽ ഒരു എൻ്റർപ്രണർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അവരുടെ ഫസ്റ്റ് പ്രോസ്പെക്റ്റിനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരാൾ എത്ര ഷാർപ്പായിട്ടും എത്ര പ്രൊഫഷണലായിട്ടുമാണ് ഈ ഏരിയ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.